വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു 7000 രൂപയ്ക്ക് താഴെ വരുന്ന ബെസ്റ്റായിട്ടുള്ള 4 ഫോൺസാണ് ഈ ഒരു വീഡിയോയിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു 7000 രൂപ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ റേറ്റാണ്, എൻട്രി ലെവൽ ഫോണായിട്ട് മാറി. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോൺ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെക്കൻഡറി ഫോണായിട്ടും അതുപോലെ തന്നെ വീട്ടിൽ അച്ഛനമ്മക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നോർമൽ ആയിട്ടുള്ള യൂസ്, അതായത് ഒരു സിനിമ കാണാനും അതുപോലെ തന്നെ കോൾ ചെയ്യാനും പിന്നെ അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണിന് മതി. ബാക്കി പെർഫോമൻസ് കാര്യങ്ങളൊന്നും ഗെയിം കളിക്കാനൊന്നും ആരും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഫോൺസ് നോക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്ന 4 ഫോൺസാണ്. ഫസ്റ്റ് ഇതൊരു ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടോറോളയുടെ മോട്ടോ G04S. G04 ഉണ്ട്, 4S ഉണ്ട്. 4S ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയതാണ്, ചെറിയ മാറ്റങ്ങൾ മാത്രമേ ആ 2 ഫോണും തമ്മിലുള്ളൂ. ബട്ട് ഇനി എടുക്കുന്ന സമയത്ത് ഈ G04S തന്നെ എടുക്കുക, കാരണം സെയിം പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത്, ക്യാമറയിൽ മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 4GB 64GB ആണ് ബേസ് മോഡലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രൈസാണ് 699 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഫോണിന് കൊടുത്തിട്ടുള്ളത്. കാണാൻ നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ ഫോണിന് വരുന്നുണ്ട്. 6.56 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഫോണിന് കൊടുത്തിട്ടുള്ളത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. 15 MB ആണ് റിയർ ക്യാമറ കൊടുത്തിട്ടുള്ളത്. സിംഗിൾ റിയർ ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. ഷോഫിൻ്റെ ഡെപ്തോ അങ്ങനെ ഓക്സിലറി ലെൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നീട് 5 MP സെൽഫി ക്യാമറയും ഫോണിന് കൊടുത്തിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ യൂണിസോക്കിൻ്റെ T606 എന്ന പ്രോസറാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആരും പെർഫോമൻസ് നോക്കണ്ട, അത്യാവശ്യം ലാഗും ബഗ്ഗൊന്നും ഇല്ലാതെ സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പെർഫോമൻസ് മാത്രമേ വേണ്ടൂ. മോട്ടോറോള UI ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്മൂത്തും അങ്ങനെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലത്തുള്ള UI ആയതുകൊണ്ട് തന്നെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ആ കാര്യത്തിൽ ഉണ്ടാവില്ല. ഇനി ബാറ്ററി പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയും 15 വാട്ടിൻ്റെ ചാർജറും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ലൊരു 7000 രൂപ പ്രൈസ് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. അങ്ങനെ മോട്ടോറോള UI ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വലിയ ബാക്കിയുള്ള UI പോലെ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ദെൻ അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ പോക്കോയുടെ ഫോണാണ്, പോക്കോയുടെ C61. ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആദ്യം പ്രൈസ് പറയാം. 4GB 64GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 6499 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6500 രൂപയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. ആ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ബിൽഡ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബിൽഡാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ലുക്കുള്ള ഫോൺ തന്നെയാണ്. സർക്കിൾ ക്യാമറ മൊഡ്യൂളാണ് ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ഫോണാണെന്ന് ആരും കണ്ടാൽ പറയില്ല. ഫോൺ നമ്മൾ കയ്യിലെടുത്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രീമിയം ആ ഒരു ഫീൽ, ഗ്ലാസ് ബിൽഡ് ആയതുകൊണ്ട് ആ ഒരു പ്രീമിയം ഫീലും കാര്യങ്ങളൊക്കെ തന്നെ ഫോണിന് കിട്ടുന്നതായിരിക്കും. ബാക്കിയുള്ള സ്പെക്ക് പറയുകയാണെങ്കിൽ 6.71 ഇഞ്ചിൻ്റെ ഒരു HD+ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. 500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ്സും നമുക്ക് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ക്യാമറ പറയുകയാണെങ്കിൽ 8 MB ആണ് പ്രൈമറി ക്യാമറ. 8 MP മാത്രമേ ഉള്ളൂ, 50 MP അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പിന്നീട് 5 MB സെൽഫി ക്യാമറയും ഫോണിന് വരുന്നുണ്ട്. പെർഫോമൻസ് ആണെങ്കിൽ മിയാടെക്കിൻ്റെ ഹീലിയോ G36 എന്ന പ്രോസറാണ് വരുന്നത്. ആൻഡ്രോയിഡ് 14 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്. റിയൽമി UI 5.0 വരുന്നുണ്ട്. പിന്നീട് 5000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 10 വാട്ടിൻ്റെ ചാർജറും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്, ഡിസൈൻ, ബിൽഡ് ക്വാളിറ്റി, പ്രീമിയം ആയിട്ടുള്ള ലുക്കും. ഈ ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ഫോണിൽ നമുക്ക് ഇങ്ങനെ വലിയ പെർഫോമൻസോ ക്യാമറയോ അങ്ങനെ ഫാസ്റ്റ് ചാർജിങ്ങോ ഒന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ച് അല്ല. പക്ഷേ നല്ലൊരു ബിൽഡും നല്ല ഡിസൈനും ഉണ്ടെങ്കിൽ ആ ഒരു റേഞ്ചിൽ നല്ല ഫോൺ തന്നെയാണ്. അപ്പം അങ്ങനെ നല്ല രീതിയിലുള്ള ഡിസൈനൊക്കെ നോക്കി വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോക്കോയുടെ C61 നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇനി അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ പോക്കോയുടെ C65 ആണ്. നേരത്തെ പറഞ്ഞ C61 ആണ്, ഇത് C65 ആണ്. ഇതിൻ്റെ പ്രൈസ് ആൻഡ് വേരിയൻറ്റ് പറയുകയാണെങ്കിൽ 4GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 699 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6999 ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, സോറി. അപ്പം ഈ ഒരു 7000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ C61 6500 ആയിരുന്നു, ഇത് 7000 ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡിസൈൻ പ്ലാസ്റ്റിക് തന്നെയാണ്, ഇതിന് ഗ്ലാസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത്യാവശ്യം നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. 6.74 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. 600 നിറ്റ്സിൻ്റെ ആണ് പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുള്ളത്. ഇനി ക്യാമറ പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ, 2 MB മാക്രോ ക്യാമറ നമുക്ക് റിയറിൽ വരുന്നുണ്ട്. 8 MB സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. മീഡിയടെക്കിൻ്റെ ഹീലിയോ G85 എന്ന പ്രോസർ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ആയിട്ടാണ് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് വരുന്നത്.
5000 mAh ബാറ്ററിയും അതുപോലെ തന്നെ 18 വാട്ടിൻ്റെ ചാർജർ ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ അത്യാവശ്യം നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. അതായത് പെർഫോമൻസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള നല്ല പ്രോസസ്സർ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. അപ്പം 7000 രൂപയ്ക്ക് ഇതും ഒരു വേർത്തായിട്ടുള്ള നല്ല ഫോൺ തന്നെയാണ്. മറ്റേ റിയൽമി 661 കമ്പയർ സമയത്ത് അതിന് പെർഫോമൻസ് കാര്യങ്ങൾ കുറച്ച് കുറവാണ്, പക്ഷേ ഇതിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫൈനൽ ആയിട്ടുള്ളൊരു ഫോൺ എന്ന് പറയുന്നത് റിയൽമിയുടെ C61 എന്ന ഫോണാണ്. ഇതിപ്പോൾ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഫോൺ കൂടിയാണ്. ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 4GB 64GB ആണ് വേരിയൻറ്റ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 7699 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഓഫർ ടൈമിൽ 7000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ കിട്ടുന്നതായിരിക്കും. സോ ഇനി ഇതിൻ്റെ ഡിസൈൻ അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് ഫോൺ വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് ബിൽഡ്. ഇനി 6.78 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. 90 Hz ഹൈ റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. 560 നിറ്റ്സിൻ്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത്. 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. പിന്നീട് ഓക്സിലറി ലെൻസാണ് റിയറിൽ കൊടുത്തിട്ടുള്ളത്. 5 MB സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ യൂണിസോക്കിൻ്റെ ടൈഗർ T6112 എന്ന പ്രോസറാണ് വരുന്നത്. 5000 mAh ബാറ്ററിയും 10 വാട്ടിൻ്റെ ചാർജറും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ആയിട്ട് ഈ ഒരു 4 ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റിയൽമി C61 നല്ലൊരു ബിൽഡ് വരുന്നുണ്ട്, നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ബാക്കി എല്ലാ ഫോണും നല്ല ഡിസൈൻ വരുന്നുണ്ട്, പക്ഷേ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഇൻഹാൻഡ് ഫീൽ നമുക്ക് റിയൽമി പോക്കോയുടെ C60 പേര് മാറിപ്പോകുന്നുണ്ട്. കാരണം എല്ലാം C61 ഉണ്ട്, അതുപോലെ തന്നെ റിയൽമി C61 ഉണ്ട്, പോക്കോ വരുന്നുണ്ട്. അപ്പം പേര് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്, സോറി. അപ്പോൾ പോക്കോയുടെ C61 നമുക്ക് നല്ലൊരു ബിൽഡും ഇൻഹാൻഡ് ഫീലും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നതായിരിക്കും. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ, അതായത് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെറിയ ചെറിയ ഗെയിംസൊക്കെ കുറച്ചും കൂടെ നല്ല രീതിയിൽ കളിക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോക്കോയുടെ C65 സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പം വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്ക് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡറി ആയിട്ടുള്ള ഫോൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേത് ഫോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മെയിനായിട്ട് വലിയ ഡിസ്പ്ലേ അതുപോലെ തന്നെ വലിയ ബാറ്ററി അതൊക്കെ ആയിരിക്കും മെയിനായിട്ട് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ ഈ ഒരു 4 ഫോണിനുണ്ട്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.